ഹലോ മക്കളെ, നീറ്റിന്റെ അഡ്മിറ്റ് കാർഡൊക്കെ വന്നു അല്ലേ? അപ്പോൾ ഈ നീറ്റിന്റെ അഡ്മിറ്റ് കാർഡ് ഫില്ല് ചെയ്യുന്ന കാര്യത്തിൽ പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. ഒരുപാട് ആളുകൾ സാറിനോട് ഡൗട്ട് ചോദിച്ചു. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാർ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ശ്രദ്ധിച്ചേ. നമ്മളാണെങ്കിൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 പേജസ് ആയിരിക്കും ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരിക. 3 പേജസിന്റെ ഒരു PDF ആയിരിക്കും ഡൗൺലോഡ് ആവുക. പ്രിന്റ് എടുക്കുന്ന സമയത്ത് ആദ്യത്തെ 2 പേജ് മതിയെന്നാണ് അവർ പറയുന്നത്. പക്ഷേ നിങ്ങൾ 3 പേജും പ്രിന്റ് എടുക്കുക. പ്രിന്റ് എടുക്കുമ്പോൾ 1 സൈഡഡ് പ്രിന്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു പേപ്പറിൽ ഒരേ ഒരു സൈഡ് മാത്രം പ്രിന്റ് ചെയ്യുന്ന രീതി. ഓക്കെ, അപ്പൊ ഇങ്ങനെ 3 പേജുകൾ നമ്മൾ പ്രിന്റ് എടുക്കുക. ദാ ഇങ്ങനെ 3 പേജുകൾ. സെക്കൻഡ് പേജ് ആണ്, ഇത് തേർഡ് പേജ് ആണ്. ഇൻസ്ട്രക്ഷൻസ് അടങ്ങിയ ഒരു തേർഡ് പേജ്. ഇത് 3 നിങ്ങൾ പ്രിന്റ് എടുക്കുക. പ്രിന്റ് എടുത്തതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് പേജിലേക്ക് നമുക്ക് പോവാം. ഒന്നാമത്തെ പേജ്, നമ്മുടെ ഒന്നാമത്തെ പേജിലേക്ക് നമ്മൾ പോയാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സമയത്ത്, നീറ്റിന് രജിസ്റ്റർ ചെയ്ത സമയത്ത് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇവിടുന്ന് ഫോട്ടോ, സിഗ്നേച്ചർ ഒക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് മാറ്റിയതാണ്. ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടാവും, ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഉണ്ടാവും. ഇവിടെ നിങ്ങൾ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ ഡീറ്റെയിൽസ്, അവർ അലോട്ട് ചെയ്തിട്ടുള്ള റോൾ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ, കാൻഡിഡേറ്റിന്റെ നെയിം, ഫാദർ മദർ നെയിം, അതേപോലെ നിങ്ങൾ ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഏത് ID പ്രൂഫാണോ, ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഏത് ID പ്രൂഫാണോ അതിവിടെ എഴുതിയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നേരെ താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഇവിടെ പ്രിന്റഡ് ആയിട്ട് നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും കാണിച്ചിരിക്കും. താഴോട്ട് വരുമ്പോൾ നിങ്ങളുടെ ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾ ഏത് മീഡിയത്തിലാണ് പരീക്ഷ എഴുതുന്നത്, ഇംഗ്ലീഷ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, എന്നാണ് നിങ്ങളുടെ എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, എന്നാണ്. റിപ്പോർട്ടിംഗ് ടൈം പ്രത്യേകം നോക്കണം. നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈം എപ്പോഴാണ്, ഗേറ്റ് ക്ലോസിംഗ് ടൈം നോക്കണം. ഇതിന് മുൻപേ നിങ്ങൾ എത്തിച്ചേരണം. റിപ്പോർട്ടിംഗ് ടൈമിൽ കൃത്യമായിട്ട് നിങ്ങൾ എക്സാം സെന്ററിൽ എത്തിച്ചേരണം. അതുപോലെ ടൈമിംഗ് ഓഫ് എക്സാമിനേഷൻ, എക്സാമിനേഷൻ എത്ര മണി മുതൽ എത്ര മണി വരെയാണ്, ടെസ്റ്റ് സെന്ററിന്റെ നമ്പർ, ടെസ്റ്റ് സെന്ററിന്റെ നെയിം, അതേപോലെ ടെസ്റ്റ് സെന്ററിന്റെ അഡ്രസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു കാരണവശാലും ടെസ്റ്റ് സെന്ററിന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും വരാതിരിക്കാൻ വേണ്ടി വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ ഇത്തരം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നേരെ താഴേക്ക് വരുമ്പോഴാണ് നമ്മുടെ ജോലി ആരംഭിക്കുന്നത്. ഇവിടെ താഴെയായിട്ട് 3 കോളങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കാര്യം ഫില്ല് ചെയ്ത് കളയരുത്. സാറി പറയുന്ന കാര്യം കേട്ടതിന് ശേഷം മാത്രം ചെയ്യുക. ഫസ്റ്റ് കോളത്തിൽ അവർ പറഞ്ഞിരിക്കുന്നു, ഇവിടെ കാൻഡിഡേറ്റിന്റെ ഫോട്ടോയാണ് വേണ്ടത്. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഫോട്ടോ ഉപയോഗിച്ചോ, നിങ്ങളുടെ മുകളിൽ കാണിച്ചിരിക്കുന്ന ഫോട്ടോ ഏതാണോ അതേ ഫോട്ടോയുടെ തന്നെ ഒരു പാസ്പോർട്ട് സൈസ് കോപ്പി നിങ്ങൾ ഇവിടെ ഫിക്സ് ചെയ്യണം. ചിലപ്പോൾ ഫോട്ടോയുടെ സൈസ് ഒരല്പം കൂടുതലായിരിക്കും, ചിലപ്പോൾ ഇങ്ങോട്ട് കടന്നു നിൽക്കും. പ്രശ്നമില്ല, നിങ്ങൾ ഇങ്ങോട്ട് കയറ്റി അങ്ങ് ഒട്ടിച്ചേക്കുക, ഇവിടെ ഇങ്ങോട്ട് ഒട്ടിച്ചേക്കുക. ഇത് നിങ്ങൾ വീട്ടിൽ വെച്ച് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ സെൻട്രൽ എത്തിയതിനു ശേഷം അല്ല ഇത് ചെയ്യേണ്ടത്. ഇനി ലെഫ്റ്റ് ഹാൻഡിന്റെ തമ്പ് ഇംപ്രഷൻ വേണം നമുക്ക്. അത് സ്റ്റാമ്പ് പാഡിൽ നിന്ന് നിങ്ങളുടെ വീട്ടിൽ സ്റ്റാമ്പ് പാഡ് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിന്റെ തമ്പ് ഇംപ്രഷൻ ഇവിടെ കൊടുക്കുക. കൃത്യമായിട്ട് നടുക്ക് വരുന്ന രീതിയിൽ കൊടുക്കുക. എന്നാൽ തൊട്ടിപ്പുറത്തെ കോളത്തിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. ഇവിടെ നിങ്ങൾ സൈൻ ചെയ്യാനുള്ള കോളമാണ്, പക്ഷെ അത് എപ്പോഴാണ് സൈൻ ചെയ്യേണ്ടേ? ടു ബി സൈൻഡ് ഇൻ ദ ഡേ ഓഫ് എക്സാമിനേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻവിജിലേറ്റർ ഓൺലി. ഇൻവിജിലേറ്ററിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഇവിടെ സൈൻ ചെയ്യാവൂ. വീട്ടിൽ വെച്ചല്ല സൈൻ ചെയ്യേണ്ടേ. പക്ഷെ ഫോട്ടോ ഒട്ടിക്കേണ്ടതും തമ്പ് ഇംപ്രഷൻ ചെയ്യേണ്ടതും എവിടെ വെച്ചാൽ വീട്ടിൽ വെച്ച് നിങ്ങൾ ചെയ്തുകൊണ്ട് ചെല്ലണം, എക്സാം സെന്ററിൽ ചെയ്തുകൊണ്ട് ചെല്ലണം. എന്നാൽ ഇത് സെന്ററിൽ എത്തിയതിനു ശേഷം ചെയ്യേണ്ട കാര്യമാണ്. ഇത്രയായപ്പോൾ ഫസ്റ്റ് പേജിൽ നമ്മുടെ ജോലികൾ കഴിഞ്ഞു. ഇനി നേരെ നമുക്ക് സെക്കൻഡ് പേജിലോട്ട് പോകാം. സെക്കൻഡ് പേജിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു വലിയ ഒരു കോളം, നിങ്ങൾക്ക് ഒരു വലിയ ക്യാൻവാസ് തന്നിട്ടുണ്ട്. എന്തിനാണ് ഈ ക്യാൻവാസ് തന്നേക്കുന്നത്? ഇവിടെ നമുക്കൊരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഫോട്ടോ ഉപയോഗിച്ചോ അതിന്റെ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും കൂടെ നിങ്ങൾ എടുക്കണം. അപ്പോൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയി, ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ആയി. ആ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഇവിടെയാണെങ്കിൽ ഫിക്സ് ചെയ്യുക. നിങ്ങൾ നല്ല രീതിയിൽ ഇവിടെ ഗ്ലൂ ചെയ്ത് വെക്കുക. ഓക്കെ, ഇത്രയുമേ ഉള്ളൂ ഈ സെക്കൻഡ് പേജിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതിന്റെ താഴെയായിട്ട് ഒരു കാൻഡിഡേറ്റിന്റെ സിഗ്നേച്ചർ കിടപ്പുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെയും നിങ്ങൾ സെക്കൻഡ് പേജിലും നിങ്ങൾ സൈൻ ചെയ്യരുത്. കാരണം അവിടെ എഴുതിയിട്ടുണ്ട് ടു ബി സൈൻഡ് ഓൺ ദ ഡേ ഓഫ് എക്സാമിനേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻവിജിലേറ്റർ. ഇൻവിജിലേറ്ററിന്റെ പ്രസൻസിൽ മാത്രമേ ഈ സൈൻ ചെയ്യാവൂ. വീട്ടിൽ നിന്ന് സൈൻ ഇട്ടുകൊണ്ട് ചെല്ലരുത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട 3 ഡ്യൂട്ടികൾ എന്തൊക്കെയാ? ഒന്ന്, ഫസ്റ്റ് പേജിൽ നിങ്ങൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുന്നു. ഇവിടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുന്നു. ഇവിടെ നിങ്ങൾ തമ്പ് ഇംപ്രഷൻ കൊടുക്കുന്നു. ഇവിടെ ഒന്നും ചെയ്യേണ്ട. തൊട്ടടുത്ത പേജിൽ നിങ്ങൾ ഇവിടെ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഇവിടെ ഫിക്സ് ചെയ്യുന്നു. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇനി നമ്മൾ നേരെ തൊട്ടടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇവിടെ എല്ലാം നിങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇത് വായിക്കാതെ പോകരുത്. എല്ലാവരും കൃത്യമായിട്ട് ഈ ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കണം. എല്ലാ കാര്യങ്ങളും വായിച്ചു നോക്കണം. അതിനകത്ത് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ റിപ്പോർട്ടിംഗ് ടൈമിന് മുമ്പ് അവിടെ എത്തണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ് വേണമെന്ന് പറയുന്നുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ ആധാർ കാർഡാണ് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ആധാർ കാർഡ് തന്നെ എടുത്തുകൊണ്ട് പോവാം. ഓക്കെ, പേന അവിടെ നിന്ന് തരും. പക്ഷെ നമ്മുടെ കയ്യിലും കൂടി ഒരു പേന കരുതുക. അത്യാവശ്യം വേണ്ട സൈനുകളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഒരു പേന നിങ്ങളുടെ കയ്യിൽ കരുതുക. അപ്പോൾ അവരുടെ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോവാം. നിങ്ങൾ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഇത്തരം ടെൻഷൻസ് എല്ലാം മാറ്റി വെച്ചോളൂ.
ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കാൻ. അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കാൻ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഒരിക്കലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമ്മൾ ഫസ്റ്റ് ടൈം അപ്പിയർ ചെയ്യാൻ പോകുന്ന ആളുകളാണെങ്കിൽ ഒരു കാരണവശാലും നീറ്റ് എക്സാമിന്റെ സെന്റർ എങ്ങനെയാണ്, അവിടെ സെക്യൂരിറ്റി ചെക്ക് എങ്ങനെയാണ്, ഇങ്ങനൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ലാസ്റ്റ് മിനിറ്റ് റിവിഷനിൽ ഒരു കാരണവശാലും ഒരു ഡിപ്രഷനും കൂടാതെ ഒരു സ്ട്രെസ്സും കൂടാതെ എൻ്റെ മക്കളെ റിവൈസ് ചെയ്യുക. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും ടെല്ലയുടെ ഏത് അധ്യാപകരോട് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഫുൾ സപ്പോർട്ടായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ കാണും. ഒരിക്കലും ടെൻഷൻ അടിക്കാതിരിക്കുക. എന്ത് ഡൗട്ട് എക്സാം ഹാളുമായി ബന്ധപ്പെട്ടോ എക്സാം ഹാളിലെ എന്തെങ്കിലും പെരുമാറ്റ ചിട്ടയുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഒരു ലാസ്റ്റ് റൗണ്ട് റിവിഷന് വേണ്ടിയിട്ട് ടെല്ല നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്.